എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അടുത്ത ദിവസം ഷഹർസാദ് മറ്റൊരു കഥ പറയാൻ തുടങ്ങി. പണ്ട് ഈജിപ്തിൽ നാസർ എന്നു പേരായ ഒരു വ്യാപാരി ജീവിച്ചിരുന്നു. അയാൾ സഞ്ചാരപ്രിയനും സാഹസികനുമായിരുന്നു. ഈ കഥ നടക്കുന്ന കാലത്ത് നാസർ കൈറോയിൽ വിശ്രമജീവിതം നയിക്കുകയാണ്. കച്ചവടത്തിൽ നിന്നും സമ്പാദിച്ച പണം കൊണ്ട് കൊട്ടാര സദൃശമായ മാളിക പണിയിച്ച് എല്ലാവിധ ജീവിത സൗകര്യങ്ങളോടും കൂടി അയാൾ കഴിയുന്നു. മാളികയിലെ അന്തഃപുരത്തിൽ ഭാര്യമാരുണ്ട്, വെപ്പാട്ടിമാരുണ്ട്, കറുത്തതും വെളുത്തതുമായ അടിമകളുണ്ട്. പെട്ടികൾ നിറയെ പട്ടുകുപ്പായങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഒന്നാന്തരം അറബി കുതിരകളും കോവർ കഴുതകളും ഒട്ടകങ്ങളും അവയെ മേയ്ക്കാൻ ബാല്യക്കാരും എന്നു വേണ്ട ഏതൊരു രാജാവിനും അസൂയ ഉളവാക്കുന്നതാണ് അയാളുടെ സമ്പത്തും പ്രൗഢിയും. മഞ്ഞുപോലെ വെളുത്ത മസ്ലിൻ തലപ്പാവ് ചുറ്റി പൊന്നു പൊതിഞ്ഞ സോഫയിലിരുന്ന് ഗതകാല സ്മരണകൾ അയവിറക്കി അയാൾ കഴിഞ്ഞുകൂടുന്നു. ഇതിനേക്കാളെല്ലാം വിലപിടിച്ച ഒരു സമ്പാദ്യം ആ വ്യാപാരിക്കുണ്ട്. 14 വയസ്സായ ഏകപുത്രൻ നൂർ. അതിസുന്ദരനാണവൻ. അവന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ കവികൾക്ക് പോലും സാധ്യമല്ല. ഒരു ദിവസം നൂറിന്റെ ഏതാനും സ്നേഹിതന്മാർ അവനെ ഉല്ലാസയാത്രയ്ക്ക് ക്ഷണിച്ചു. അവൻ അച്ഛന്റെ സമ്മതം വാങ്ങി അവരോടൊപ്പം പുറപ്പെട്ടു. അച്ഛൻ അവന് ചെലവിന് ഒരു സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങളും കൊടുത്തു. കോവർ കഴുതപ്പുറത്തു കയറി ഒരു സ്നേഹിതന്റെ തോട്ടത്തിലേക്കാണ് അവർ പോയത്. പൂമരങ്ങളും പുൽത്തകിടികളും പുഴകളും ധാരാളമുള്ള ആ ഉദ്യാനത്തിലെ ഒരു കോണിൽ പച്ചയും ചുവപ്പും കറുപ്പും നിറങ്ങളിലുള്ള മുന്തിരിക്കുലകൾ തിങ്ങി നിറഞ്ഞ മുന്തിരിവള്ളികൾ ധാരാളമുണ്ടായിരുന്നു. മാതളം, ആപ്പിൾ, ഓറഞ്ച് എന്നു തുടങ്ങി ധാരാളം ഫലങ്ങൾ അവിടെ കാഴ്ച നിന്നിരുന്നു. പുഷ്പങ്ങളുടെ സുഗന്ധവും കിളികളുടെ സംഗീതവും കൂടിച്ചേർന്ന് അവിടം സ്വർഗതുല്യമായി അനുഭവപ്പെട്ടു. തോട്ടക്കാരൻ കുമാരന്മാരെ സ്വീകരിച്ച് ഒരു മണ്ഡപത്തിലിരുത്തി. സ്വാഭാവികമായും നൂറായിരുന്നു മുഖ്യാതിഥി. മേൽക്കുപ്പായവും തലപ്പാവും ഊരിവെച്ച് അവർ വിശ്രമിച്ചു. വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം കവിതകൾ ആസ്വദിച്ചുകൊണ്ടിരുന്ന അവർക്കിടയിലേക്ക് തോട്ടക്കാരൻ വീഞ്ഞുമായി വന്നു. പാനപാത്രം മുന്നിലെത്തിയപ്പോൾ നൂർ അറച്ചു നിന്നു. അതിനു മുമ്പ് അവൻ ലഹരിപാനീയം ഉപയോഗിച്ചിട്ടില്ല. വീഞ്ഞിന്റെ രുചിയും സ്ത്രീയുടെ ഗന്ധവും അന്നുവരെ അവന് അന്യമായിരുന്നു. പ്രഭുക്കന്മാർക്കിടയിൽ പതിവുള്ളതുപോലെ അവന്റെ അച്ഛനമ്മമാർ അവന് വെപ്പാട്ടിയെ നൽകിയിരുന്നില്ല. ഏതോ നിഷിദ്ധ വസ്തുവിനെ എന്ന പോലെ വീഞ്ഞിനെ തൊടാനറച്ച നൂർ കൂട്ടുകാർ കളിയാക്കിയപ്പോൾ പാത്രം കയ്യിലെടുത്ത് ഒറ്റ വലിക്ക് അവസാനത്തെ തുള്ളിവരെ കുടിച്ചു തീർത്തു. സ്നേഹിതന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഉദ്യാനപാലകൻ വീണ്ടും പാനപാത്രം നിറച്ചു. നൂറിന് ലഹരി തലയ്ക്ക് പിടിച്ചു. ഇനി കൂടുതൽ ലഹരിയുള്ള മറ്റൊരു വസ്തുവുണ്ട് എന്ന് പറഞ്ഞ് ഒരു കൂട്ടുകാരൻ അവിടെ നിന്ന് പോയി ഒരു പെൺകുട്ടിയുമായി മടങ്ങി വന്നു. അതിസുന്ദരിയായ ആ പെൺകുട്ടി കൗമാരത്തിന്റെ പടിവാതിൽക്കൽ എത്തിയിട്ടേയുള്ളൂ. എങ്കിലും സൗന്ദര്യത്തിന്റെ പൂർണ്ണത അവളിൽ ദർശിക്കാം. തോട്ടത്തിന്റെ ഉടമസ്ഥൻ പെൺകുട്ടിയോട് പറഞ്ഞു, സുന്ദരി, ഇദ്ദേഹമാണ് നൂർ, നമ്മുടെ അതിഥി. ആദ്യമായി ഈ ഉദ്യാനം സന്ദർശിക്കുന്ന ഇദ്ദേഹത്തെ നീ സന്തോഷിപ്പിക്കണം. ഈജിപ്ഷ്യൻ സുന്ദരി നൂറിനെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചിട്ട് അവന്റെ അടുത്തിരുന്നു. പട്ടുതുണിയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ഒരു തമ്പുരു എടുത്ത് അവൾ മീട്ടാൻ ആരംഭിച്ചു. ഹൃദയഹാരിയായ സംഗീതമുണർന്നു. ആ സംഗീതത്തിൽ ലയിച്ച് അവൾ പാടി. വീഞ്ഞിന്റെ ലഹരിയോടൊപ്പം പാട്ടും സംഗീതവും പ്രണയവും കൂടിയായപ്പോൾ നൂർ ഉന്മത്തനായി. അവൻ അവളുടെ ശരീരത്തിലേക്ക് ചാഞ്ഞു. തങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പാകുമെന്നറിഞ്ഞ ആതിഥേയൻ ചങ്ങാതിമാരോടൊപ്പം നിശബ്ദം അവിടെ നിന്നും പിൻവലിഞ്ഞു. നൂറും പെൺകുട്ടിയും കാമകേളികളിൽ മുഴുകി. അവസാനം സുഖകരമായ ആലസ്യത്തിലായ നൂർ സായങ്കാലത്തെ തണുത്ത കാറ്റേറ്റ് ഞെട്ടിയുണർന്നു. ആകാശത്ത്
നക്ഷത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങി. സമയം വൈകിയെന്ന ബോധമുണ്ടായപ്പോൾ അവൻ അവളോട് യാത്ര പറഞ്ഞ് അവളുടെ വിലക്ക് വകവയ്ക്കാതെ വീട്ടിലേക്ക് പോയി. നേരമിരുട്ടിയിട്ടും മകൻ വരാത്തതുകൊണ്ട് അച്ഛനമ്മമാർ ഉത്കണ്ഠയോടെ ഇരിക്കുകയായിരുന്നു. കോവർ കഴുതയുടെ ശബ്ദം കേട്ടപ്പോൾ അമ്മ പുറത്തിറങ്ങി വന്ന് ചോദിച്ചു, മോനെ നൂർ, നീ എന്താണ് ഇത്ര വൈകിയത്? അവൻ മറുപടി പറയാൻ വാ തുറന്നപ്പോൾ മദ്യത്തിന്റെ ഗന്ധം പുറത്തു വന്നു. അമ്മ എന്തു പറയണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. എങ്കിലും എന്റെ മോനെ, നിനക്കിത് തോന്നിയല്ലോ. അവരുടെ ഉള്ളിൽ നിന്നും തേങ്ങൽ ഉയർന്നു. തണുത്ത കാറ്റിൽ മദ്യത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ച് കാലുകൾ നിലത്തുറയ്ക്കാതെ ചാഞ്ചാടി തുടങ്ങിയ പുത്രനെ അമ്മ മെത്തയിൽ കൊണ്ടു കിടത്തി. ഉടനെ അച്ഛൻ നാസർ ആ മുറിയിൽ വന്നു. ദൈവത്തിന്റെ നിയമങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചിരുന്ന ആ നല്ല മനുഷ്യൻ മദ്യത്തെ വെറുത്തിരുന്നു. മകൻ ഒന്നും മിണ്ടാതെ പുതച്ചു മൂടി കിടക്കുന്നത് കണ്ട് അയാൾ ഭാര്യയോട് എന്താണ് കാരണമെന്ന് അന്വേഷിച്ചു. നിങ്ങളല്ലേ അവനെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞയച്ചത്? കാറ്റും വെയിലും കൊണ്ട് അവന് തലവേദന തുടങ്ങി. കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ ഭാര്യ പറഞ്ഞപ്പോൾ നാസർ മനപ്രയാസത്തോടെ മകന്റെ കട്ടിലിനടുത്തു ചെന്ന് നെറ്റിയിൽ തലോടി. പൊടുന്നനെ ഉച്ഛ്വാസവായുവിലെ മദ്യത്തിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞ അയാൾ ക്രുദ്ധനായി അവനെ വിളിച്ചുണർത്തി. നശിച്ചവനെ, ദൈവനിഷേധി, മദ്യപിച്ച് വീട്ടിൽ വരാൻ നിനക്ക് ധൈര്യമുണ്ടായി അല്ലേ എന്നാക്രോശിച്ച് കണ്ടമാനം ശകാരിച്ചു. ശകാരവർഷം തുടർന്നപ്പോൾ അർദ്ധബോധാവസ്ഥയിലായിരുന്ന നൂർ അച്ഛന്റെ മുഖത്ത് ശക്തിയായി ഇടിച്ചു. ഇടി വലതുകണ്ണിലാണ് കൊണ്ടത്. വൃദ്ധൻ മറിഞ്ഞു വീണു. അയാൾ എഴുന്നേറ്റ് മകനെ ശപിച്ചിട്ട് പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോൾ നിന്റെ വലതുകൈ വെട്ടിമുറിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിടും. അള്ളാഹുവാണേ സത്യം. അച്ഛൻ പുറത്തിറങ്ങിപ്പോയപ്പോൾ ഇതിനെല്ലാം സാക്ഷിയായിരുന്ന അമ്മ മാറത്തടിച്ചു കരഞ്ഞു. മകൻ പൊറുക്കാനാവാത്ത തെറ്റാണ് ചെയ്തത് എങ്കിലും ശിക്ഷ കുറെ കടന്നുപോയി. ദൈവത്തിന്റെ പേരിലാണ് ഭർത്താവ് ആണയിട്ടത്. അതിൽ നിന്ന് പിന്നോട്ടു പോകാനാവില്ല. ഏകപുത്രനെ തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. രാത്രി മുഴുവൻ ആ സ്ത്രീ മകന്റെ അടുത്തിരുന്നു കരഞ്ഞു. കുറെ സമയം കഴിഞ്ഞപ്പോൾ നൂർ ലഹരി വിമുക്തനായി. അച്ഛന്റെ തീരുമാനം അമ്മ മകനെ അറിയിച്ചു. ഇനി പശ്ചാത്തപിച്ചിട്ട് ഫലമില്ല. കുറെ നാൾ നീ ഇവിടെ നിന്നും മാറി നിൽക്കണം. നേരം പുലരുന്നതിന് മുമ്പ് ആരും അറിയാതെ എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഈ സഞ്ചിയിൽ 1100 ദിനാറുണ്ട്. അലക്സാണ്ട്രിയയ്ക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി ജീവിച്ചോ. പണം തീരുമ്പോൾ അറിയിക്കണം. നിന്റെ വിശേഷങ്ങൾ അപ്പോഴപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കണം. അമ്മ കരഞ്ഞുകൊണ്ട് മകന്റെ നെറുകയിൽ ചുംബിച്ച് യാത്രയാക്കി. നൂർ പണസഞ്ചി അരപ്പട്ടയിൽ തിരുകി നേരം പുലരുന്നതിന് മുമ്പ് മറ്റാരും കാണാതെ വീട്ടിൽ നിന്നിറങ്ങി. നൈൽ നദിക്കരയിൽ ചെന്നപ്പോൾ അലക്സാണ്ട്രിയയിലേക്കുള്ള ഒരു വഞ്ചി പുറപ്പെടാൻ തയ്യാറായിരുന്നു. അതിൽ യാത്ര ചെയ്ത് അലക്സാണ്ട്രിയ നഗരത്തിലെത്തി. മനോഹരമായ ആ നഗരം അവനിഷ്ടമായി. നല്ല കാലാവസ്ഥ, ഉല്ലാസപ്രിയരായ ജനങ്ങൾ, വീതിയേറിയ തെരുവുകളും വലിയ കമ്പോളങ്ങളും, പൂക്കളും ഫലങ്ങളും ധാരാളമുണ്ട്. നൂർ കമ്പോളത്തിലെ കാഴ്ചകൾ കണ്ടു നടന്നു. പൂക്കൾക്ക് സമീപം ഒരു കോവർ കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന പേർഷ്യക്കാരനെയും അയാളുടെ പിന്നിലിരുന്ന യുവതിയെയും കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. നൂർ അവളുടെ പൂമേനി ചുമന്നു നടക്കാൻ ഭാഗ്യം സിദ്ധിച്ച കോവർ കഴുതയെ പിന്തുടർന്ന് അടിമച്ചന്തയിലെത്തി. പേർഷ്യക്കാരൻ അവളെ കഴുതപ്പുറത്തു നിന്നിറക്കി ചന്തയിലെ ദല്ലാളിനെ സമീപിച്ചു. ദല്ലാൾ ആൾക്കൂട്ടത്തിൽ തിക്കിത്തിരക്കി പെൺകുട്ടിയുമായി മുന്നോട്ട് ചെന്ന് ഒരു ഉയർന്ന സ്ഥാനത്ത് സ്വർണവും ദന്തവും കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടത്തിൽ അവളെ ഇരുത്തി. ചുറ്റും നിന്നവരെ നോക്കി അയാൾ പറഞ്ഞു, മാന്യമഹാജനങ്ങളെ, ഭാഗ്യശാലികളായ ധനാഢ്യരെ, ലേലം തുടങ്ങാം. ആർക്കും പങ്കെടുക്കാം. എത്ര കുറച്ചു വിളിച്ചാലും പരാതിയില്ല. ചരക്കിനെ നേരിൽ കണ്ട് നേരാവണ്ണം പരിശോധിച്ച് ദയവായി ലേലം തുടങ്ങുക. നഗരത്തിലെ കച്ചവടക്കാരുടെ സംഘത്തലവനായ ഒരു വൃദ്ധൻ മെല്ലെ മുന്നോട്ട് വന്നു. അടിമയുടെ പീഠത്തിന് ചുറ്റും നടന്നു. അവളെ വിശദമായി പരിശോധിച്ചിട്ട് അയാൾ പറഞ്ഞു, 925 ദിനാർ. ഇതാ 925 ദിനാർ വിളിച്ചിരിക്കുന്നു. ദല്ലാൾ ഏറ്റുപറഞ്ഞു. ഈ മാന്യദേഹം ഈ സുന്ദരിക്ക്
925 ദിനാർ വില പറഞ്ഞിരിക്കുന്നു. പക്ഷേ വ്യാപാരി സംഘത്തലവനെതിരെ മത്സരിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. അത് മനസ്സിലാക്കിയ ദല്ലാൽ പെൺകുട്ടിയോട് ചോദിച്ചു, ഈ വ്യാപാരിയുടെ അടിമയാകാൻ നിനക്ക് സമ്മതമാണല്ലോ സുന്ദരി? മൂടുപടം കൊണ്ട് മുഖമറച്ച അവളുടെ മറുപടി ഇപ്രകാരമായിരുന്നു: നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? നിങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലേ? ഇങ്ങനെ ഒരു ചോദ്യം കൊണ്ട് എന്നെ അപമാനിക്കുന്നത് എന്തിന്? നീ എന്താണ് അങ്ങനെ പറയുന്നത്? ദല്ലാൽ അത്ഭുതപ്പെട്ടു. മുത്തുകൾ പോലുള്ള ദന്തനിരകൾ കാട്ടിച്ചിരിച്ചുകൊണ്ട് പെൺകുട്ടി പറഞ്ഞു, എന്താണെന്നോ? ജരാനര ബാധിച്ച ഈ കിഴവനെ ഇയാളുടെ ഭാര്യ പോലും ഇപ്പോൾ അടുപ്പിക്കുകയുണ്ടാവില്ല. എന്നെപ്പോലൊരു യുവതിയെ ഇയാൾക്കെന്തിനാണ്? അവൾ പറഞ്ഞത് കേട്ട് ചുറ്റും നിന്നവർ ഞെട്ടി. ദല്ലാൽ പരിഭവിച്ചു. ഇവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ അധിക്ഷേപിച്ചു. ബഹുമാന്യനും ആരാധ്യനുമായ ഈ വ്യാപാരി പ്രമുഖനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. മാന്യനും ആരാധ്യനുമാണെങ്കിൽ സ്വന്തം അന്തഃപുരത്തിൽ കിടന്നുറങ്ങിയാൽ മതി. അടിമപ്പെണ്ണിനെ നോക്കി കൊതിക്കേണ്ട, അവൾ പറഞ്ഞു. അവളെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ടെന്ന് കരുതി ദല്ലാൽ വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു, മാന്യമഹാജനങ്ങളെ, വ്യാപാരി പ്രമുഖരെ, ലേലം ഉറപ്പിച്ചിട്ടില്ല. ആർക്കും വിളിക്കാം. കൂടിയ തുകയ്ക്ക് വിളിക്കുന്നയാൾക്ക് ഈ രാജകുമാരിയെ കൊണ്ടുപോകാം. ആ സമയത്ത് അവിടെ വന്നു ചേർന്ന മറ്റൊരു കച്ചവടക്കാരൻ സംഘത്തലവന് നാണക്കേടുണ്ടായതറിയാതെ പെണ്ണിന്റെ ചന്തം കണ്ട് മോഹിച്ച് ലേലത്തിൽ പങ്കുകൊണ്ടു. 950 ദിനാർ അയാൾ വിളിച്ചു പറഞ്ഞു. തന്റെ അടുത്തുനിന്ന് തുറച്ചു നോക്കിയ ആ മനുഷ്യനോട് അവൾ ചോദിച്ചു, ഷേഖ്, നിങ്ങളുടെ വീട്ടിൽ മൂർച്ചയുള്ള കത്തിയില്ലേ? ഉണ്ടല്ലോ. എന്തിനാണ് കുട്ടി? അയാൾ ആരാഞ്ഞു. എങ്കിൽ ആ മൂക്കൊന്ന് ചെത്തിക്കളഞ്ഞാൽ തരക്കേടില്ല. ഹോ, എന്തൊരു വൃത്തികേട്! അസാമാന്യ വലിപ്പമുള്ള മൂക്കിന്റെ ഉടമസ്ഥൻ അറിയാതെ തന്റെ മൂക്കുപൊത്തി. ദേഷ്യം കൊണ്ട് ഉറക്കെ തുമ്മി. ദല്ലാളിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഗർജിച്ചു, കള്ള കഴിവേറി! മാന്യന്മാരെ അപമാനിക്കാനാണോ ഈ വായാടിപ്പണിനെ ചന്തയിൽ കൊണ്ടുവന്നത്? ദല്ലാൽ ഒരുവിധം കുതറിമാറിയിട്ട് പെൺകുട്ടിയോട് പറഞ്ഞു, വായടയ്ക്ക്, നീ എന്റെ വയറ്റിപ്പഴുപ്പ് മുട്ടിക്കും. ഇന്നുവരെ എന്റെ പേരിൽ ഇങ്ങനെയൊരു പരാതി ഉണ്ടായിട്ടില്ല. അയാൾ വീണ്ടും ലേലം തുടങ്ങിയപ്പോൾ ഒരു നീണ്ട താടിക്കാരൻ വാ തുറന്ന് എന്തോ പറയാൻ ആരംഭിച്ചു. അപ്പോഴേക്കും പെൺകുട്ടി പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, ഇത് മനുഷ്യനോ മുട്ടനാടോ? താടി കണ്ടിട്ട് മുട്ടനാടാണെന്ന് തോന്നുന്നു. ഇയാളെനിക്ക് വേണ്ട. താടി രോമത്തിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് ബുദ്ധി കുറയുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ദല്ലാലിന് മടുത്തു. ഇങ്ങനെ അധിക്ഷേപം തുടർന്നാൽ ഇവളെ ആരു വാങ്ങും? അയാൾ അവളെ ഉടമസ്ഥനായ പേർഷ്യക്കാരനെ ഏൽപ്പിച്ചു. എനിക്ക് വയ്യ, മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണം. പേർഷ്യക്കാരൻ ഒട്ടും നീരസം പ്രകടിപ്പിക്കാതെ, വാ മോളെ, നമുക്ക് വേറെ ചന്തയിൽ പോകാം എന്ന് പറഞ്ഞ് ഒരു കൈയിൽ പെൺകുട്ടിയെയും ഒരു കൈയിൽ കോവർ കവിതയെയും പിടിച്ചുകൊണ്ട് നടന്നു. നടക്കുന്നതിനിടയിൽ അവളുടെ നോട്ടം ചാട്ടുളി പോലെ ചുറ്റും നിന്ന യുവാക്കളിൽ തറച്ചു. സുന്ദരനായ നൂറിനെ അപ്പോഴാണ് അവൾ കണ്ടത്. പ്രഥമ ദൃഷ്ടിയിൽ പ്രണയം മുട്ടിട്ടു. അവൾ യജമാനോട് പറഞ്ഞു, എന്നെ അദ്ദേഹത്തിന് വിൽക്കണം, എനിക്ക് മറ്റാരും വേണ്ട. കൗമാരം കടന്നിട്ടില്ലാത്ത നൂറിനെ നോക്കി പേർഷ്യക്കാരൻ പറഞ്ഞു, കുട്ടി, ഇയാൾ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നിട്ടും ലേലത്തിൽ പങ്കെടുത്തില്ല. അയാൾക്ക് നിന്നെ ആവശ്യമില്ലായിരിക്കും. പെൺകുട്ടി ഒട്ടും കൂസലില്ലാതെ അവന്റെ അടുത്തു ചെന്ന് വികാരതരളിതമായ ഭാവത്തിൽ ചോദിച്ചു, എന്തേ നിങ്ങൾ എനിക്ക് വില പറയാത്തത്? എനിക്ക് സൗന്ദര്യം പോരാഞ്ഞിട്ടാണോ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. നീയൊരു രാജകുമാരിയാണ്. നിന്നെപ്പോലൊരു സുന്ദരി ഈ ലോകത്തിലില്ല. പിന്നെന്താണ് എന്നെ ഇഷ്ടപ്പെടാത്തത്? എന്റെ സ്വന്തം നാട്ടിലായിരുന്നെങ്കിൽ എന്റെ സമ്പാദ്യം മുഴുവൻ നിനക്ക് വേണ്ടി കൊടുത്തേനെ. ഇവിടെ ഞാൻ ആദ്യമായി വരികയാണ്. ആകെ 1000 ദിനാർ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അത് കൊടുത്ത് എന്നെ വാങ്ങൂ. നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ല. നൂർ അരപ്പട്ടയിൽ സൂക്ഷിച്ചിരുന്ന പണസഞ്ചി എടുത്ത് 1000 ദിനാർ പേർഷ്യക്കാരന് കൊടുത്ത് കച്ചവടം ഉറപ്പിച്ചു. നൂർ പെൺകുട്ടിയെ നഗരത്തിലെ ഒരു സത്രത്തിൽ കൊണ്ടുപോയി. അവിടെ ഒരു മുറി വാടകയ്ക്കെടുത്തു. കെയ്റോയിലായിരുന്നെങ്കിൽ നിന്നെ ഞാനൊരു കൊട്ടാരത്തിൽ പാർപ്പിക്കുമായിരുന്നു. ഇവിടെ എനിക്ക് പരിചയക്കാർ ആരുമില്ല. കയ്യിലെ പണവും തീർന്നു, അവൻ പറഞ്ഞു. പെൺകുട്ടി
തന്റെ വിരലിൽ അണിഞ്ഞിരുന്ന രത്നമോതിരം അവന് കൊടുത്തിട്ട് പറഞ്ഞു, പണമില്ലെന്നു കണ്ട് അങ്ങ് വിഷമിക്കരുത്. ഈ മോതിരം വിറ്റ് ആവശ്യമുള്ളതെല്ലാം വാങ്ങണം. മോതിരത്തിന് നല്ല വില കിട്ടി. പഴങ്ങളും പൂക്കളും പലഹാരവും വീഞ്ഞും വാങ്ങി അവർ ഭക്ഷണത്തിനായിരുന്നു. അവളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് അവന് തോന്നി. അവൻ അവളുടെ കൈകളിൽ ചുംബിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, നിന്റെ പേരെന്താണെന്ന് പറഞ്ഞില്ല. ഏതു നാട്ടുകാരിയാണെന്നും എനിക്കറിഞ്ഞുകൂടാ. അങ്ങ് ചോദിച്ചില്ലെങ്കിലും ഞാനത് പറയാൻ ഭാവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവൾ തൻ്റെ പൂർവ്വചരിത്രം വിവരിച്ചു. എൻ്റെ പേര് മറിയം. പ്രബലനായ കോൺസ്റ്റാന്റൈൻ രാജാവിൻ്റെ മകളാണ് ഞാൻ. അദ്ദേഹം ക്രിസ്തുമത വിശ്വാസിയാണെന്ന് അറിയാമല്ലോ. സമർത്ഥരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഞാൻ വിദ്യ അഭ്യസിച്ചു. സ്ത്രീത്വത്തിന് മാറ്റുകൂട്ടുന്ന കലകളെല്ലാം ഞാൻ വശമാക്കി. കൊട്ടാരക്കെട്ടിനകത്ത് പുരുഷഗന്ധമേൽക്കാതെയാണ് എന്നെ വളർത്തിയത്. അന്തഃപുരത്തിലെ പെണ്ണുങ്ങൾ എൻ്റെ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തിയിരുന്നു. ഏകപുത്രിയായിരുന്ന എന്നെ അച്ഛൻ പുരുഷ സന്താനങ്ങളെക്കാൾ സ്നേഹിച്ചു. ഒരു നിമിഷം പോലും എന്നെ പിരിഞ്ഞിരിക്കുന്ന കാര്യം ചിന്തിക്കാൻ കൂടി അദ്ദേഹത്തിനാവുമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി വന്ന രാജകുമാരന്മാരെല്ലാം നിരാശരായി മടങ്ങി. ഒരിക്കൽ എനിക്കൊരു രോഗം വന്നു. രോഗം ഭേദമായാൽ ഒരു വിശുദ്ധ ദേവാലയത്തിൽ തീർത്ഥയാത്ര പോകാമെന്ന് ഞാൻ നേർന്നു. രോഗം ഭേദമായി. ഒരു തോഴിയോടൊപ്പം ഞാൻ കപ്പലിൽ ദേവാലയത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. നടുക്കടലിൽ വെച്ച് മുസൽമാന്മാരായ കൊള്ളക്കാർ കപ്പലിനെ ആക്രമിച്ചു. എന്നെ അവർ പിടികൂടി ഈജിപ്തിൽ കൊണ്ടുപോയി പേർഷ്യക്കാരന് വിറ്റു. അങ്ങനെയാണ് ഞാൻ അയാളുടെ അടിമയായത്. ഭാഗ്യവശാൽ അയാൾക്ക് പുരുഷത്വമില്ലായിരുന്നു. മാത്രമല്ല, ഒരിക്കൽ അയാൾ കടുത്ത രോഗം പിടിപെട്ട് കിടപ്പിലായി. ഞാനാണ് ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തിയത്. അതിനുള്ള പ്രത്യുപകാരമായി എന്താണ് വേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്നെ വിലയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ആ നല്ല മനുഷ്യൻ എന്നെ ചന്തയിൽ കൊണ്ടുവന്നപ്പോഴാണ് എൻ്റെ ഹൃദയം കവർന്ന അങ്ങയെ ഞാൻ കണ്ടുമുട്ടിയത്. ജരാനര ബാധിച്ച കിഴവന്മാരിൽ നിന്നും വിധി എന്നെ രക്ഷിച്ചു. ഹൃദയേശ, അങ്ങയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഞാൻ എങ്ങനെ മറ്റൊരാളുടേതാകും? അവൻ അവളെ മാറോടണച്ചു. തൻ്റെ കഴിവും സിദ്ധിയും അവളിൽ മനംമാറ്റമുണ്ടാക്കിയെന്നറിഞ്ഞ് നൂർ സന്തോഷിച്ചു. അങ്ങനെ മറിയം ഇസ്ലാം മതവിശ്വാസിയായി മാറി. മകളെ മുസൽമാൻ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയെന്നറിഞ്ഞ കോൺസ്റ്റാന്റീൻ രാജാവ് മോഹാലസ്യപ്പെട്ടു വീണു. രാജകുമാരിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നാനാഭാഗങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു. മുടന്തനും ഒറ്റക്കണ്ണനുമായ സൈന്യാധിപൻ വേഷം മാറി മുസൽമാന്മാരുടെ നാടുകളിലെല്ലാം ചുറ്റിത്തിരിഞ്ഞ് ഒടുവിൽ അലക്സാണ്ട്രിയയിൽ എത്തിച്ചേർന്നു. തൻ്റെ അടിമകളുമായി നാൽക്കവലയിലെത്തിയപ്പോഴാണ് അയാൾ എതിരെ വന്ന മറിയത്തെ കണ്ടത്. നൂർ പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോയപ്പോൾ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാണവൾ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ ഒറ്റക്കണ്ണൻ ഓടിച്ചെന്ന് രാജകുമാരിയുടെ കൈകളിൽ ചുംബിച്ചു. പക്ഷേ ഇസ്ലാമിക ആചാരങ്ങൾ പാലിച്ചു തുടങ്ങിയ പെൺകുട്ടി അവന്റെ വൃത്തികെട്ട മുഖത്ത് ആഞ്ഞടിച്ചു. വൃത്തികെട്ട നായേ, ഈ പുണ്യഭൂമിയിൽ നിനക്കെന്തു കാര്യം? എൻ്റെ മേൽ നിനക്കെന്തധികാരം? അവൾ ചോദിച്ചു. സൈന്യാധിപനോടൊപ്പം അച്ഛൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാൻ അവൾ കൂട്ടാക്കിയില്ല. സ്വമനസാലെ രാജകുമാരിയെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ലെന്നറിഞ്ഞ ചാരപ്രമാണി തെല്ലകലെ മറഞ്ഞു നിന്നിരുന്ന സഹായികൾക്ക് സൂചന നൽകി. അവർ കുമാരിയെ പിടികൂടി വാ മൂടിക്കെട്ടി രാത്രിയുടെ മറവിൽ കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. ഒരു കപ്പലിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ലക്ഷ്യമാക്കി യാത്രയായി. പ്രാർത്ഥന കഴിഞ്ഞു മടങ്ങി വന്ന നൂർ കുറെ നേരം മറിയത്തെ കാത്തിരുന്നു. അവൾ വരാൻ വൈകിയപ്പോൾ അമ്പരന്നു. തെരുവിലാകെ അന്വേഷിച്ചു. കടൽ തീരത്തെത്തിയപ്പോൾ കുറച്ചു മുമ്പ് ഒരു കപ്പൽ അവിടെ നിന്ന് പോയെന്നും സുന്ദരിയായ ഒരു യുവതി അതിൽ ബന്ധനസ്ഥയായിരുന്നുവെന്നും ചിലർ പറഞ്ഞു. അവന്റെ ദുഃഖം കണ്ട് ഒരു വൃദ്ധൻ കാരണമെന്തെന്ന് അന്വേഷിച്ചു. നൂറിന്റെ കഥ കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, മോൻ വിഷമിക്കേണ്ട, ഞാൻ ഒരു കപ്പലിലെ കപ്പിത്താനാണ്. 100 മുസൽമാൻ നാവികർ എൻ്റെ കപ്പലിലുണ്ട്. ഞങ്ങളും കോൺസ്റ്റാന്റിനോപ്പിളിലേക്കാണ് പോകുന്നത്. ഉടനെ പുറപ്പെട്ടാൽ
നേരത്തെ പോയ കപ്പലിനെ കണ്ടുമുട്ടാനൊക്കും. കപ്പൽ യാത്ര തിരിച്ചു. പക്ഷേ മറിയത്തെ കൊണ്ടുപോയ കപ്പലിനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. 51-ാം ദിവസം അവർ കോൺസ്റ്റാന്റിനോപ്പിൾ തുറമുഖത്തടുത്തു. അതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ എത്തിച്ചേർന്ന രാജകുമാരി മറിയത്തെ സ്വീകരിക്കാൻ രാജധാനി അലങ്കരിച്ചൊരുക്കിയിരുന്നു. രാജാവും രാജ്ഞിയും ഉദ്യോഗസ്ഥ പ്രമുഖരും തുറമുഖത്തിൽ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. രാജ്ഞി പുത്രിയെ ആലിംഗനം ചെയ്തിട്ട്, മുസൽമാന്മാരുടെ കയ്യിൽ നിന്നും ഉപദ്രവം വല്ലതും ഉണ്ടായോ? അവളുടെ കന്യകാത്വം അപഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു. രാജകുമാരി പൊട്ടിച്ചിരിച്ചു. ചുറ്റും നിന്നവർ കേൾക്കെ ഉറക്കെ പറഞ്ഞു, അതെന്തൊരു ചോദ്യമാണമ്മേ! മുസൽമാന്മാരുടെ ഇടയിൽ കന്യകാത്വത്തിന് വല്ല വിലയുമുണ്ടോ? രാജ്ഞി ലജ്ജിച്ചു തലതാഴ്ത്തി. അപവാദത്തിന്റെ ഗൗരവവും മകളുടെ കോസ്ലില്ലായ്മയും രാജാവിനെ കുപിതനാക്കി. ഉടനെ അവളെ കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചു. മന്ത്രിമാരെയും പുരോഹിതന്മാരെയും വിളിച്ചു വരുത്തി കൂടിയാലോചന നടത്തി. മതപുരോഹിതന്മാർ കുറെ നേരം ചിന്തിച്ചിട്ട് രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, മഹാരാജാവേ, മുസൽമാന്മാരിൽ നിന്നും നമ്മുടെ രാജകുമാരിക്ക് പറ്റിയിട്ടുള്ള കളങ്കം മായ്ച്ചു കളയുവാൻ ഒരു മാർഗമേയുള്ളൂ. അതിന് മുസൽമാന്റെ രക്തം വേണം. നമ്മുടെ തടവറയിൽ നിന്ന് 100 അവിശ്വാസികളെ കൊണ്ടുവന്ന് കഴുത്തുവെട്ടി രക്തം ശേഖരിച്ച് ആ രക്തത്തിൽ രാജകുമാരിയെ കുളിപ്പിക്കണം. അങ്ങനെ രണ്ടാമതൊരു ജ്ഞാനസ്നാനം കൊണ്ട് കുമാരി കളങ്കരഹിതയായി തീരും. തുറമുഖത്തടുക്കുന്ന കപ്പലുകളിലെ മുസൽമാന്മാരെ എല്ലാം പിടികൂടി തുറങ്കിലടയ്ക്കാൻ രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ നൂർ കപ്പിത്താന്മാരോടും നാവികന്മാരോടുമൊപ്പം ജയിലിലായി. പുരോഹിതന്മാരുടെ നിർദ്ദേശം മാനിച്ച് മകളുടെ വിശുദ്ധി പുനഃസ്ഥാപിക്കുന്നതിനായി അന്നേ ദിവസം ജയിലിലടച്ച മുസൽമാന്മാരെയാണ് ഹാജരാക്കിയത്. ആദ്യമായി കപ്പിത്താൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. തുടർന്ന് നാവികർ ഓരോരുത്തരുടെയും തലകൾ നിലത്ത് വീണുരുണ്ടു. രക്തം ഒരു വലിയ പാത്രത്തിൽ ശേഖരിച്ചു. അവസാനം നൂറിന്റെ ഊഴമായി. അവന്റെ കണ്ണുകൾ മൂടിക്കെട്ടി നിലത്ത് കുനിച്ചു നിർത്തി ആരാച്ചാർ വാളുയർത്തി. വെട്ടാനോങ്ങിയപ്പോൾ ഒരു കിഴവി രാജാവിനെ വണങ്ങിയിട്ട് അപേക്ഷിച്ചു, തിരുമനസ്സേ, 100 പേരായി. പാത്രം നിറഞ്ഞു. ഈ ചെറുപ്പക്കാരനെ പള്ളിയുടെ ആവശ്യത്തിന് വിട്ടുതരണം. പള്ളിയുടെ ചുമതലക്കാരിയായിരുന്ന കിഴവി നൂറിനെ വിളിച്ചുകൊണ്ടുപോയി. അവന് ധരിക്കാൻ കറുത്ത ഒരു നീളൻ കുപ്പായവും പാദ്രിമാരുടെ ഉയരം കൂടിയ തൊപ്പിയും കൊടുത്തു. വീതി കൂടി അരപ്പട്ട കൊണ്ട് കുപ്പായം മുറുക്കി കെട്ടി. 7 ദിവസം അവർ അവനെ അവിടുത്തെ ജോലികളൊക്കെ പഠിപ്പിച്ചു. ഇത്തരം ഹീനപ്രവൃത്തികൾ ചെയ്യാൻ നിർബന്ധിതനായതിലുള്ള ദുഃഖത്തോടെ മറ്റു മാർഗമൊന്നുമില്ലാതെ അവൻ അവരെ അനുസരിച്ചു. 7-ാമത്തെ ദിവസം വൈകുന്നേരം കിഴവി പറഞ്ഞു, മോനെ, രാജകുമാരി മറിയം ഇന്നിവിടെ വരും. രക്തസ്നാനം കഴിഞ്ഞ് വിശുദ്ധി നേടിയിട്ട് ഒരു രാത്രി പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാനാണ്. അവൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വരാം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രാജകുമാരി മറിയം പള്ളിയുടെ വാതിൽക്കൽ വന്നു. അവൾ അൾത്താരക്കരികെ ചെന്ന് ആത്മഗതം പോലെ എന്തെല്ലാമോ പുലമ്പിക്കൊണ്ടിരുന്നു. നൂറിനോട് വാതിൽക്കൽ നിൽക്കാൻ നിർദ്ദേശിച്ചിട്ട് കിഴവി ഉറങ്ങാൻ പോയി. നൂർ മറിയത്തിന്റെ അടുത്തേക്ക് ചെന്നു. വിറയ്ക്കുന്ന സ്വരത്തിൽ നൂർ പറഞ്ഞു, എന്റെ മറിയം, ഞാൻ നൂറാണ്. താൻ സ്വപ്നം കാണുകയാണോ എന്ന് മറിയം സംശയിച്ചു. കണ്ണു തിരുമ്മി നോക്കി. തന്റെ പ്രിയപ്പെട്ടവനെ തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ മെയ്യിലേക്ക് ചാഞ്ഞു. വളരെ നേരം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. നടന്നതെല്ലാം ഇരുവരും അന്യോന്യം പറഞ്ഞു കേൾപ്പിച്ചു. പിന്നെ അവർ പ്രണയലീലകളിൽ മുഴുകി. പ്രഭാതത്തിൽ പള്ളിമണികൾ മുഴങ്ങി. പ്രാർത്ഥനയ്ക്ക് സമയമായെന്ന് അറിയിക്കാനാണ്. മറിയം ദുഃഖസൂചകമായ കറുത്ത കുപ്പായവും നൂർ പാതിരിയുടെ ഉടുപ്പും ധരിച്ചു. പ്രിയപ്പെട്ടവനെ ഒന്നുകൂടി ചുംബിച്ചിട്ട് രാജകുമാരി ചോദിച്ചു, കഴിഞ്ഞ 7 ദിവസം കൊണ്ട് ഈ പരിസരമൊക്കെ പരിചയമായതല്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നാളെ നേരം ഇരുട്ടുമ്പോൾ കടലിന്റെ നേർക്കുള്ള വാതിൽ തുറന്ന് ആരും അറിയാതെ പുറത്തിറങ്ങണം. അവിടെ ഒരു ചെറിയ കപ്പൽ കാണും. കപ്പിത്താനും 10 ജോലിക്കാരുമുള്ള ആ കപ്പലിൽ കയറി ചെല്ലണം. കപ്പിത്താൻ നിങ്ങളെ പേര് പറഞ്ഞ് സംബോധന ചെയ്യും.
എന്നെ ഓർത്ത് ഭയപ്പെടേണ്ട, ഞാൻ പിന്നാലെ വന്നുകൊള്ളാം. ഈ ക്രൂരന്മാരുടെ പിടിയിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് പാതിരിമാരെ ഒന്ന് പറ്റിക്കണം. പള്ളിയിലുള്ള വിലപിടിച്ച വസ്തുക്കളും സ്വർണവും കൂടി എടുത്തുകൊണ്ട് പോരണം. പദ്ധതിയുടെ വിശദാംശങ്ങളെല്ലാം ഒന്നുകൂടി പറഞ്ഞു മനസ്സിലാക്കിയിട്ട് മറിയം കൊട്ടാരത്തിലേക്ക് മടങ്ങി. രാത്രിയായി. കിഴവി കൂർക്കം വലി തുടങ്ങി. നൂർ പള്ളിയിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും അരപ്പട്ടയിൽ ശേഖരിച്ചു. വിലപിടിച്ച മറ്റു വസ്തുക്കൾ ഭാണ്ഡമാക്കി കയ്യിലെടുത്തു. പുറത്തിറങ്ങി കടൽ തീരത്ത് ചെന്നപ്പോൾ കപ്പൽ കണ്ടു. കപ്പിത്താൻ നൂറിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കപ്പൽ യാത്രയായി. പക്ഷേ കുറച്ചു ദൂരം ചെന്നപ്പോൾ കപ്പലിലെ ജോലിക്കാർ പ്രതിഷേധിച്ചു. ഒരാൾ പറഞ്ഞു, കപ്പിത്താൻ ആജ്ഞാപിക്കുന്നത് പോലെയല്ല മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചിട്ടുള്ളത്. മറിയൻ രാജകുമാരിയെ തട്ടിയെടുക്കാൻ വരുന്ന മുസൽമാൻ കൊള്ളക്കാരെ നേരിടാൻ നാളെ മന്ത്രി യാത്രയാകുന്നുവെന്നും അതുകൊണ്ട് ഇന്ന് പുറംകടലിൽ പോകേണ്ടെന്നുമാണ് മഹാരാജാവ് തിരുമനസിന്റെ കൽപ്പന. കപ്പിത്താന് ദേഷ്യം വന്നു. ഞാൻ പറയുന്നത് അനുസരിക്കയില്ലെന്നാണോ എന്ന് ചോദിച്ചുകൊണ്ട് വാളെടുത്ത് ഒറ്റവെട്ടിന് അയാളെ വധിച്ചു. കപ്പൽ ജോലിക്കാർ തുടർന്നും പ്രതിഷേധിച്ചപ്പോൾ കപ്പിത്താൻ എല്ലാവരെയും തന്റെ വാളിനിരയാക്കി. എന്നിട്ട് മൃതദേഹങ്ങൾ കടലിലെറിഞ്ഞു. ഭയന്ന് വിറച്ചുകൊണ്ട് നൂർ നൗക തുഴയാൻ കപ്പിത്താനെ സഹായിച്ചു. ഒടുവിൽ ദൂരെയായി കര കണ്ടു. അവിടെ നിന്നാണ് പുതിയ ജോലിക്കാരെ നിയമിക്കേണ്ടത്. കരയ്ക്കടുക്കാറായപ്പോൾ കപ്പിത്താൻ തലപ്പാവഴിച്ച് ദൂരെ എറിഞ്ഞു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് താടിമീശ പറിച്ചു കളഞ്ഞു. അത് തന്റെ പ്രിയപ്പെട്ട മറിയമായിരുന്നു എന്നറിഞ്ഞപ്പോൾ നൂർ അസ്തപ്രജ്ഞനായി നിന്നു. ആ പട്ടണത്തിൽ നിന്നും ആവശ്യത്തിന് നാവികരെ ലഭിച്ചു. അവരുടെ സഹായത്തോടെ യാത്ര തുടർന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അലക്സാണ്ട്രിയ നഗരം കണ്ടു. കപ്പൽ തുറമുഖത്തടുത്തപ്പോൾ നൂർ മറിയത്തോട് പറഞ്ഞു, ഈ വേഷത്തിൽ കരയ്ക്കിറങ്ങുന്നതെങ്ങനെ? നിനക്ക് നല്ല ഉടുപ്പില്ല, മൂടുപടമോ ചെരുപ്പുകളോ ഇല്ല. ഞാൻ അതെല്ലാം വാങ്ങിക്കൊണ്ടുവരാം. ഉടനെ വരണമെന്ന് പറഞ്ഞ് മറിയം കപ്പലിൽ തന്നെ ഇരുന്നു. രാത്രിയിൽ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ മകൾ അപ്രത്യക്ഷയായ വിവരം രാവിലെയാണ് രാജാവ് അറിഞ്ഞത്. പുതിയ പട്ടക്കാരനെയും കാണാനില്ലെന്ന് കേട്ടപ്പോൾ സംശയമായി. രാജാവിന്റെ നൗക തുറമുഖത്തു നിന്നും പോയെന്നും വിവരം കിട്ടി. അതിലുണ്ടായിരുന്ന നാവികരുടെ തലയില്ലാത്ത മൃതദേഹങ്ങൾ കരയ്ക്കടിഞ്ഞു. ഇപ്പോൾ കാര്യം വ്യക്തമായി. രാജാവ് ക്രുദ്ധനായി. ഉടനെ ഒറ്റക്കണ്ണനും മുടന്തനുമായ സൈന്യാധിപനെ വിളിച്ച് മകളെ കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. പോലീസ് മേധാവി കപ്പലിൽ അലക്സാണ്ട്രിയയിലേക്ക് പുറപ്പെട്ടു. മറിയത്തിന്റെ ചെറുനൗക കരയ്ക്കടുത്തതിന്റെ പിന്നാലെ അവർ അലക്സാണ്ട്രിയയിൽ എത്തിച്ചേർന്നു. അകലെ വെച്ച് തന്നെ നൗക തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നതും മറിയം അതിലിരിക്കുന്നതും കണ്ടു. ഏതാനും ഭടന്മാരെ അയച്ച് രാജകുമാരിയെ പിടിച്ചുകെട്ടി കപ്പലിലേക്ക് കൊണ്ടുപോന്നു. നൗക കത്തിച്ചു ചാമ്പലാക്കി. എത്രയും വേഗം അവിടെ നിന്നും യാത്ര തിരിച്ച് പുത്രിയെ രാജാവിനെ തിരിച്ചേൽപ്പിച്ചു. മകളെ വീണ്ടും അടുത്തു കണ്ടപ്പോൾ രാജാവ് ദേഷ്യം കൊണ്ട് വിറച്ചു. അവളെ കൊണ്ടുപോയി കഴിവിലേറ്റാൻ ആരാച്ചാരോട് കൽപ്പിച്ചു. ആരാച്ചാർ മറിയത്തെ പിടികൂടാൻ തുടങ്ങവേ ഒറ്റക്കണ്ണൻ മന്ത്രി രാജാവിന്റെ മുന്നിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു. പ്രഭോ, എനിക്കൊരു അപേക്ഷയുണ്ട്. ദീർഘകാലമായി രാജകുമാരിയുടെ ഒരു ആരാധകനാണ് ഞാൻ. അങ്ങയോടുള്ള എന്റെ കൂറും വിധേയത്വവും കണക്കിലെടുത്ത് കുമാരിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. എന്റെ വൈരൂപ്യം തന്നെ അവൾക്കുള്ള ശിക്ഷയാകുമല്ലോ. ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കാതെ സുരക്ഷിതമായി അവളെ ഞാൻ പാർപ്പിച്ചുകൊള്ളാം. അങ്ങനെ രാജകുമാരി മറിയവും മന്ത്രിയും തമ്മിലുള്ള വിവാഹം ആഘോഷപൂർവ്വം നടന്നു. ചടങ്ങുകൾ കഴിഞ്ഞ് ഒറ്റക്കണ്ണൻ മ്ലേച്ഛൻ മണിയറയിൽ കടന്നു. ഇതേ സമയം കപ്പലിൽ നിന്നിറങ്ങിപ്പോയ നൂർ കമ്പോളത്തിൽ നിന്ന് പുതിയ കുപ്പായവും മൂടുപടവും ഒരു ജോഡി ചെരുപ്പും വാങ്ങി വന്നപ്പോൾ തുറമുഖത്ത് ഒരാൾക്കൂട്ടം കണ്ടു. ഒരു കപ്പലിൽ വന്ന ക്രിസ്ത്യാനികൾ പെൺകുട്ടിയിരുന്ന നൗക അഗ്നിക്കിരയാക്കുകയും അവളെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തെന്ന് അവർ പറഞ്ഞറിഞ്ഞു. നൂർ പൊട്ടിക്കരഞ്ഞു. അവളെ തനിച്ചാക്കി പോയതിന് അവനെ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ അവൻ സ്വയം പറഞ്ഞു, എന്റെ മറിയത്തെ മറക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ അവളുടെ നാട്ടിലേക്ക് പോകും. ആരെതിർത്താലും അവളെ ഇങ്ങോട്ട് കൊണ്ടുപോരും.
അധികം താമസിയാതെ മറ്റൊരു കപ്പലിൽ നൂർ കോൺസ്റ്റന്റൈനിലേക്ക് പുറപ്പെട്ടു. തന്റെ ശത്രുക്കളായ മുസൽമാന്മാരെയെല്ലാം നശിപ്പിക്കുമെന്ന് കോൺസ്റ്റന്റൈൻ രാജാവ് ശപഥം ചെയ്തിരുന്നു. നൂറുകണക്കിന് യുദ്ധക്കപ്പലുകൾ കടലിൽ ചുറ്റി സഞ്ചരിച്ച് മുസൽമാന്മാരുടെ നാട്ടിൽ നിന്ന് വരുന്നവരെല്ലാം പിടികൂടി തടവിലാക്കി. രാജകുമാരി മറിയവും ഒറ്റക്കണ്ണനുമായുള്ള വിവാഹനാളിലാണ് നൂർ ആ തുറമുഖത്തെ സമീപിച്ചത്. നൂറും കപ്പലിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാരും ബന്ധനസ്ഥരായി. അവരെ ഉടൻ കൊന്നുകളയാൻ രാജാവ് ഉത്തരവിട്ടു. വിവാഹാഘോഷങ്ങളുടെ ഭാഗമെന്നോണം നിരപരാധികളായ വിശ്വാസികൾ ഓരോരുത്തരായി ആരാച്ചാരുടെ വാളിനിരയായി. ഒടുവിൽ നൂർ മാത്രം അവശേഷിച്ചു. രാജാവ് അവന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. ഇതവൻ തന്നെയാണല്ലോ, അന്ന് പള്ളിയിലെ ജോലിക്ക് നിയോഗിക്കപ്പെട്ടവൻ. അന്ന് രക്ഷപ്പെട്ടിട്ട് വീണ്ടും വന്നിരിക്കുന്നു. ഇവനെ 2 തവണ വധിക്കണം. അപ്പോൾ മുടന്തൻ മന്ത്രി രാജാവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് ഇങ്ങനെ അപേക്ഷിച്ചു: ചക്രവർത്തി തിരുമേനി, ഇന്ന് ഗൃഹപ്രവേശത്തിനു മുമ്പ് 3 മുസൽമാന്മാരെ എന്റെ വീട്ടുപടിക്കൽ ബലിയർപ്പിക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. ഈ കപ്പലിൽ വന്നിട്ടുള്ള 3 പേരെ എനിക്ക് വിട്ടുതരണം. 3 അല്ല 30 പേരെ തരാമല്ലോ. നേരത്തെ പറയാത്തതെന്ത്? ഇപ്പോൾ ഇവൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇവനെ കൊണ്ടുപോയിക്കോ, രാജാവ് പറഞ്ഞു. മന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് ഭടന്മാർ നൂറിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. 3 പേരെ ഒരേ സമയം ബലി കൊടുത്താലേ ഫലമുണ്ടാകൂ എന്നതുകൊണ്ട് 2 പേരെ കൂടെ കിട്ടുന്നതുവരെ അവനെ കുതിരാലയത്തോട് ചേർന്ന അറയിലടയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. മന്ത്രിയുടെ ലായത്തിൽ വിശേഷപ്പെട്ട 2 അറബി കുതിരകൾ ഉണ്ടായിരുന്നു. അതിലൊന്നിന്റെ ഒരു കണ്ണിൽ വെളുത്ത പാടയുണ്ടായി. മൃഗവൈദ്യന്മാരുടെ ചികിത്സകളൊന്നും ഫലിച്ചില്ല. രോഗം വഷളായിക്കൊണ്ടിരുന്നു. കുതിരയുടെ അസുഖം ലായത്തിനടുത്തുകൂടി പോയ നൂറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മൃഗചികിത്സയിൽ പ്രാവീണ്യം നേടിയിരുന്ന നൂർ പറഞ്ഞു: ഇതിന് പ്രതിവിധി അറിയാവുന്നവർ ഇവിടെ കാണില്ല. ഞാനിതിനെ സുഖപ്പെടുത്താം. നാളെ നേരം വെളുക്കുമ്പോൾ ഇതിന്റെ കണ്ണിൽ പാടയുടെ ഒരംശം പോലും ബാക്കിയുണ്ടാവില്ല. പക്ഷേ പകരം എനിക്ക് എന്തു തരും? നിന്നെ മോചിപ്പിക്കാം, ജീവനോടെ വിട്ടയക്കാം. ഇവിടത്തെ കുതിരകളുടെ വൈദ്യനായി നിന്നെ നിയമിക്കാം, മന്ത്രി വാഗ്ദാനം ചെയ്തു. മന്ത്രി നൂറിന്റെ കെട്ടുകൾ അയച്ചു. അവൻ ഉടൻ തന്നെ ചികിത്സ ആരംഭിച്ചു. പിറ്റേന്ന് രാവിലെ മന്ത്രി മുടന്തി ലായത്തിൽ ചെന്നു. കുതിരയുടെ കണ്ണിലെ കെട്ടഴിച്ചു. അത്ഭുതം! രോഗത്തിന്റെ ഒരു ലക്ഷണവുമില്ല. അയാൾ സന്തോഷത്തോടെ തന്റെ കുപ്പായമൂരി നൂറിന് സമ്മാനിച്ചു. ലായം മേലധികാരിയും മൃഗവൈദ്യനുമായി അവനെ നിയമിച്ചു. തന്റെ മാളികയ്ക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു മുറി അവന് താമസിക്കാൻ വിട്ടുകൊടുത്തു. എന്നിട്ട് വിവാഹാഘോഷത്തോടനുബന്ധിച്ചുള്ള സദ്യയിൽ പങ്കുകൊള്ളാൻ പോയി. ആഘോഷത്തിന്റെ 7ാം ദിവസമാണെന്ന്. അന്നു രാത്രിയാണ് നവവരൻ മണിയറയിൽ പ്രവേശിക്കേണ്ടത്. ദുഃഖിതയായ മറിയം കിളിവാതിലിൽ കൂടി പുറത്തേക്ക് നോക്കി. പ്രിയപ്പെട്ട നൂറിനെ ഓർത്ത് അവൾ വിതുമ്പി. ആ കിഴവന്റെ ഭാര്യയാകുന്നതിലും ഭേദം മരിക്കുന്നതാണ്, അവൾ ആത്മഗതം ചെയ്തു. ആ സമയത്ത് ഈജിപ്ഷ്യൻ ഭാഷയിൽ ആരോ ഒരു വിരഹഗാനം പാടുന്നത് കേട്ടു. തന്റെ ഇഷ്ടകാമുകൻ നൂറിന്റെ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. സന്തോഷം കൊണ്ട് മതിമറന്ന അവൾ കടലാസും പേനയും എടുത്ത് ഇപ്രകാരം എഴുതി: കരുണാമയനായ അള്ളാഹുവിന്റെ പേരിൽ നൂർ, അങ്ങയ്ക്ക് ഈശ്വരന്റെ അനുഗ്രഹവും ശാന്തിയും. അങ്ങയുടെ അടിമ മറിയം അങ്ങയെ കാത്തിരിക്കുന്നു. അവളുടെ ഹൃദയം അങ്ങയുടെ സ്മരണയിൽ നീറി ദഹിക്കുന്നു. രാത്രി കാമുകർക്കുള്ളതാണ്. ഇന്നു രാത്രി നമ്മുടെ ആ 2 കുതിരകളുമായി നഗര കവാടത്തിൽ കാത്തു നിൽക്കണം. ആരെങ്കിലും ചോദിച്ചാൽ കുതിരകളെ വ്യായാമത്തിന് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്താം. കത്ത് പട്ടുതുവാല കൊണ്ട് പൊതിഞ്ഞ് അവൾ കാത്തിരുന്നു. നൂർ പുറത്തിറങ്ങിയ തക്കം നോക്കി അവന്റെ സമീപത്ത് വീഴത്തക്കവണ്ണം താഴേക്കെറിഞ്ഞു. അവൻ കത്ത് വായിച്ച് മനസ്സിലായ മട്ടിൽ ചുണ്ടോട് ചേർത്തു. രാത്രിയായപ്പോൾ 2 കുതിരകളുടെയും പുറത്ത് ജീനി കെട്ടി പ്രതിബന്ധമൊന്നും കൂടാതെ നഗര കവാടത്തിൽ ചെന്ന് കാത്തുനിന്നു. ഒറ്റക്കണ്ണൻ മന്ത്രി മുറിയിലേക്ക് വരുന്നത് കണ്ട് മറിയം മുഖം തിരിച്ചു. കാര്യം നേടണമല്ലോ എന്നോർത്ത് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് കിഴവനെ സ്വീകരിച്ചു.
അവളുടെ അടുത്തിരുന്ന് കിഴവൻ പറഞ്ഞു, നിന്നെപ്പോലൊരു സുന്ദരി ഈ ഭൂമിയിലില്ല. ഞാൻ നിന്റെ ദാസനാണ്. കിന്നാരമെല്ലാം പിന്നീട്. എനിക്ക് വിശക്കുന്നു. അത്താഴത്തിന് ഒന്നുമില്ലേ? അവൾ ചോദിച്ചു. മന്ത്രി കൈതട്ടി വിളിച്ചപ്പോൾ അടിമകൾ പലതരം വിഭവങ്ങളുമായി വന്നു. മറിയം സ്നേഹം ഭാവിച്ച് ഭർത്താവിനെ ഊട്ടി. സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അയാൾ പെട്ടെന്ന് മരം വെട്ടിയിട്ടതുപോലെ മറിഞ്ഞു വീണു. മറിയം അയാൾക്ക് കുടിക്കാനുള്ള പാനീയത്തിൽ രഹസ്യമായി മയക്കുമരുന്ന് കലർത്തിയിരുന്നു. അവൾ അവിടെയുണ്ടായിരുന്ന സ്വർണവും രത്നങ്ങളും 2 സഞ്ചികളിൽ നിറച്ച് കയ്യിലെടുത്തു. ആയുധപുരയിൽ നിന്ന് ഒരു വാൾ കരസ്ഥമാക്കി. മൂടുപടം കൊണ്ട് മുഖം മറച്ച് ഒരു കയറിൻ്റെ സഹായത്തോടെ ജനാല വഴി പുറത്തിറങ്ങി നടന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നഗര കവാടത്തിലെത്തി. കുതിരയുടെ പുറത്ത് ചാടിക്കയറിയിട്ട് നൂറിനോട് പറഞ്ഞു, നീ മറ്റേ കുതിരയുടെ പുറത്തു കയറി എൻ്റെ പിന്നാലെ പോരൂ. 2 പേരും രാത്രി മുഴുവൻ യാത്ര ചെയ്തു. പ്രഭാതത്തിൽ പുൽത്തകടികളും ഫലവൃക്ഷങ്ങളും കുളിർക്കാറ്റും അരുവികളും നിറഞ്ഞ മനോഹരമായ ഒരിടത്തെത്തിച്ചേർന്നു. പഴങ്ങൾ പറിച്ചു തിന്നും പുഴവെള്ളം കുടിച്ചും വിശപ്പും ദാഹവും മാറ്റിയിട്ട് പുൽത്തകടിയിലിരുന്ന് 2 പേരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഉച്ചയായപ്പോൾ 10,000കണക്കിന് കുതിരകളുടെ കുളമ്പടി ഒച്ച കേട്ടു. അകലെ നിന്നും പൊടിപടലം ഉയരുന്നതും കണ്ടു. ഒളിച്ചോടിയവരെ പിടികൂടാൻ പാഞ്ഞുവരുന്ന സൈന്യമായിരുന്നു അത്. മരുമകൻ ബോധം കെട്ട് കിടക്കുകയാണെന്നും മകളെ കാണാനില്ലെന്നും കോൺസ്റ്റാന്റിനോപ്പിൾ രാജാവ് രാവിലെയാണ് അറിഞ്ഞത്. ദേഷ്യം കൊണ്ട് വിറച്ച രാജാവ് ഉടനെ മന്ത്രിയുടെ ബംഗ്ലാവിലേക്ക് ഓടി. മകളെ അന്വേഷിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ തിരുമനസ്സേ എന്ന് കിഴവൻ പറഞ്ഞതും രാജാവ് വാളെടുത്ത് ഒറ്റവെട്ടിന് അയാളെ 2 കഷ്ണങ്ങളാക്കി. കുതിരകളെയും മൃഗവൈദ്യനെയും കാണാനില്ലെന്ന് സേവകർ അറിയിച്ചപ്പോൾ മകളുടെ തിരോധാനവുമായി അതിന് ബന്ധമുണ്ടെന്ന് ഊഹിച്ച രാജാവ് ഉടനെ സൈന്യവുമായി പുറപ്പെട്ടു. സൈന്യം അടുത്തു വരാറായപ്പോൾ മറിയം കുതിരപ്പുറത്ത് ചാടിക്കയറി. നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് അവരെ നേരിടാം എന്ന് നൂറിനോട് പറഞ്ഞ് ഊരിയ വാളുമായി ശത്രുനിരയെ ലക്ഷ്യമാക്കി കുതിരയെ പായിച്ചു. മകൾ ഒറ്റയ്ക്ക് എതിരെ വരുന്നത് കണ്ട് സൈന്യത്തെ അവിടെ നിർത്തിയിട്ട് രാജാവ് അല്പം മുന്നോട്ട് ചെന്ന് മകളോട് ചോദിച്ചു, തലതിരിഞ്ഞവളെ, ക്രിസ്ത്യൻ സൈന്യത്തെ ഒറ്റയ്ക്ക് എതിരിടാനാണോ നിന്റെ ഭാവം? ജീവൻ വേണമെങ്കിൽ മാപ്പ് ചോദിച്ച് കീഴടങ്ങണം. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. മുഹമ്മദാണ് അവന്റെ പ്രവാചകൻ, മറിയം പറഞ്ഞു. ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു. എന്റെ കാമുകനെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. മറിയം വാളുയർത്തി പോർവിളിയോടെ കുതിരയെ സൈന്യത്തിന്റെ വശത്തേക്ക് നയിച്ചു. കുതിര ചിറകുമുളച്ചതുപോലെ പാഞ്ഞു. മറിയത്തിന്റെ വാൾ ശത്രുനിരയിൽ വമ്പിച്ച നാശം വരുത്തി. അവളോടെതിരിടാൻ സമർത്ഥരായ പോരാളികൾ ഓരോരുത്തരെയായി രാജാവ് നിയോഗിച്ചു. മറിയം ക്രുദ്ധയായ സിംഹിയെപ്പോലെ അവരുടെ മേൽ ചാടി വീണു. കുന്തവും ഗദയുമെല്ലാം അവളുടെ വാളിനു മുന്നിൽ നിഷ്പ്രയോജനമായി. സേനാനായകർ കൊല്ലപ്പെട്ടപ്പോൾ സൈന്യം ചിന്നച്ചിതറി പലായനം ചെയ്തു. മറിയം നൂറിന്റെ അടുത്തേക്ക് മടങ്ങി വന്നു. തങ്ങൾക്ക് താമസിക്കാൻ മനോഹരമായ ദമാസ്കസ് നഗരമാണ് അവർ തെരഞ്ഞെടുത്തത്. ഉടനെ അങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തു. ദുഃഖിതനും നിരാശനുമായ കോൺസ്റ്റന്റൈൻ രാജാവ് രാജധാനിയിൽ മടങ്ങിയെത്തി. അനന്തര നടപടി എന്തെന്ന് സാമന്തന്മാരോടും മന്ത്രിമാരോടും ആലോചിച്ചു. മുസൽമാന്മാരുടെ നാട്ടിലേക്കാണ് അവൾ പോയത്. അതുകൊണ്ട് ഖലീഫ ഹാറൂൺ അൽ റഷീദിന് ഒരു കത്ത് കൊടുത്തയക്കണം, മന്ത്രി പ്രമുഖൻ ഉപദേശിച്ചു. 2 പേരെയും അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് അയക്കണമെന്നാവശ്യപ്പെട്ട് തിരുമനസ് സ്വന്തം കൈപ്പടയിൽ എഴുതണം. പകരം എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകാം. അവിശ്വാസികളായതുകൊണ്ട് അതൊന്നും പാലിക്കണമെന്നില്ല. ആ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു. ഉടനെ പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തു. രാജാവ് ഖലീഫ ഹാറൂൺ അൽ റഷീദിന് ഒരു കത്തെഴുതി. മകൾ മറിയത്തെയും യുവാവിനെയും കണ്ടുപിടിച്ച് തന്റെ അടുത്തേക്ക് തിരിച്ചെത്തിക്കാമെങ്കിൽ ധാരാളം സമ്മാനങ്ങൾ കൊടുത്തയക്കാമെന്നും തലസ്ഥാന നഗരിയിൽ ഇഷ്ടമുള്ള രൂപത്തിൽ ഒരു ദേവാലയം പണിയാൻ അനുവദിക്കാമെന്നും ആ കത്തിലുണ്ടായിരുന്നു.
കത്തു കവറിലാക്കി മുദ്രവെച്ച് പുതിയ മന്ത്രിയുടെ കയ്യിൽ കൊടുത്തയച്ചു. നീണ്ട യാത്രയ്ക്ക് ശേഷം ദൂതൻ ബാഗ്ദാദിലെത്തി. അവിടെ 3 ദിവസം വിശ്രമിച്ചിട്ട് കൊട്ടാരത്തിൽ ചെന്ന് ഖലീഫയെ മുഖം കാണിച്ചു. ഖലീഫയുടെ മുന്നിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് കത്തുകൊടുത്തു. അള്ളാഹുവിനെ അറിയാത്ത ഒരു രാജാവിൻ്റെ അപേക്ഷയായിരുന്നിട്ടും ഖലീഫ അത് നിരസിച്ചില്ല. കുറ്റവാളികളായ യുവതീ യുവാക്കളെ കണ്ടുപിടിച്ച് തൻ്റെ മുമ്പാകെ ഹാജരാക്കണമെന്ന് എല്ലാ ഗവർണർമാർക്കും സന്ദേശമയച്ചു. സന്ദേശവാഹകർ നാനാ ദിക്കുകളിലേക്കും പോയി. ക്രിസ്ത്യൻ രാജാവിൻ്റെ മന്ത്രി ഖലീഫയുടെ അതിഥിയായി കൊട്ടാരത്തിൽ പാർത്തു. ഖലീഫയുടെ ഉത്തരവ് കിട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് മറിയവും നൂറും ദമാസ്കസിലെത്തിയത്. നഗര കവാടത്തിൽ വെച്ച് തങ്ങൾ ആരാണെന്ന് പറഞ്ഞപ്പോൾ ഗവർണറുടെ ഭടന്മാർ അവരെ അറസ്റ്റ് ചെയ്ത് ബാഗ്ദാദിലേക്ക് കൊണ്ടുവന്നു. ഖലീഫയുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ട കാമുകി കാമുകന്മാർ ചക്രവർത്തിയെ താണുവണങ്ങി. പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടു മയങ്ങിയ ഖലീഫ ചോദിച്ചു, നീയാണോ ക്രിസ്ത്യാനിയായ കോൺസ്റ്റാന്റൈൻ രാജാവിന്റെ മകൾ മറിയം? ഞാൻ തന്നെയാണ് മറിയം, അവൾ പറഞ്ഞു. പ്രവാചകന്റെ വംശപരമ്പരയിൽപ്പെട്ട വിശ്വാസികളുടെ നായകനായ ഖലീഫ തിരുമേനിയുടെ അടിമ. ഖലീഫയ്ക്ക് മറിയത്തിന്റെ മറുപടി ഇഷ്ടമായി. നീയാണോ നൂർ, കെയ്റോയിലെ വ്യാപാരിയായ നാസറുടെ മകൻ? ഖലീഫ യുവാവിനോട് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ്, വിശ്വാസികളുടെ പടത്തലവൻ, ഖലീഫയുടെ വിശ്വസ്തനായ അടിമ, നൂർ പറഞ്ഞു. ക്രിസ്ത്യൻ രാജകുമാരിയെ നീ നിയമവിരുദ്ധമായി തട്ടിക്കൊണ്ടുപോകുന്നതാണോ? നൂർ ഖലീഫയോട് തന്റെ കഥ ആദ്യാവസാനം പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ഖലീഫ മറിയത്തെ നോക്കി. നിന്നെ നിന്റെ നാട്ടിലേക്ക് അയക്കണമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനു പകരം അവിടെ ഒരു മുസ്ലിം ദേവാലയം പണിയാൻ അനുമതി തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിനക്ക് വല്ലതും പറയാനുണ്ടോ? ദൃഢവും മധുരവുമായ സ്വരത്തിൽ മറിയം പറഞ്ഞു. വിശ്വാസികളുടെ നായിക, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണങ്ങ്. പ്രവാചകന്റെ നിയമപാലകനും അങ്ങുതന്നെ. ഇപ്പോൾ ഞാനൊരു മുസൽമാനാണ്. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാനിതാ പ്രഖ്യാപിക്കുന്നു, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. മുഹമ്മദാണ് അവൻ്റെ പ്രവാചകൻ. അവിശ്വാസികളും വിഗ്രഹാരാധകരും കുരിശിനെ പൂജിക്കുന്നവരുമായ ക്രിസ്ത്യാനികളുടെ നാട്ടിലേക്ക് എന്നെ പറഞ്ഞേക്കുന്നത് ശരിയാണോ? മറിയത്തിന്റെ പ്രസ്താവം കേട്ട് മനസ്സലിഞ്ഞ ഖലീഫ അവളോട് ചോദിച്ചു, ഈ യുവാവിനെ നിനക്കിഷ്ടമാണോ? ഇവനെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? എനിക്ക് സമ്മതമാണ് തിരുമേനി. എനിക്ക് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറായ ഇദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നു, മറിയം പറഞ്ഞു. ന്യായാധിപനെയും സാക്ഷികളെയും ഉടൻ വരുത്തി അവിടെ വെച്ച് തന്നെ അവരുടെ വിവാഹം നടത്തി. അതുകഴിഞ്ഞ് കോൺസ്റ്റന്റൈൻ രാജാവിന്റെ ദൂതനായ മന്ത്രിയോട് ഖലീഫ പറഞ്ഞു, എല്ലാറ്റിനും താൻ സാക്ഷിയാണല്ലോ. നിങ്ങളുടെ രാജാവിന്റെ അപേക്ഷ സ്വീകാര്യമല്ല. തനിക്ക് മടങ്ങിപ്പോകാം. തന്റെ ദൗത്യം പരാജയമടഞ്ഞെന്ന് മനസ്സിലായപ്പോൾ ക്രിസ്ത്യൻ രാജാവിന്റെ ദൂതന് ദേഷ്യം വന്നു. അവൾ എത്ര വലിയ മുസൽമാനായാലും അച്ഛന്റെ നാട്ടിലേക്ക് മടങ്ങിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ രാജാവ് സൈന്യവുമായി ഇങ്ങെത്തും. ഈ രാജ്യത്തെ തകർത്തു നാമാവശേഷമാക്കും എന്ന് പറഞ്ഞു. എന്ത്? നമ്മെ ഭീഷണിപ്പെടുത്തുന്നോ? ഇവന്റെ കഴുത്തുവെട്ടി നഗരകവാടത്തിൽ കെട്ടിത്തൂക്കണം. ഖലീഫ വാൾ കയ്യിലെടുത്തു. അപ്പോൾ മറിയം പറഞ്ഞു, അരുത് തിരുമേനി, ഈ നായുടെ രക്തം കൊണ്ട് അവിടുത്തെ വാൾ അശുദ്ധമാക്കരുത്. അവൾ ദൂതന്റെ വാൾ പിടിച്ചു വാങ്ങി ഒറ്റവെട്ടിന് അവന്റെ കഥ കഴിച്ചു. ഖലീഫ അവൾക്കും നൂറിനും വിലപിടിച്ച ധാരാളം സമ്മാനങ്ങൾ കൊടുത്ത് അകമ്പടിക്കാരോടൊപ്പം കെയ്റോയിലേക്ക് അയച്ചു. രാജകീയ ബഹുമതികളോടെ വന്നുചേർന്ന മകനെ നാസർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കുട്ടിക്കാലത്ത് അവൻ ചെയ്ത അപരാധം പുറത്ത് മാപ്പു നൽകി. കെയ്റോയിലെ പൗരമുഖ്യരെയെല്ലാം ക്ഷണിച്ച് വിരുന്നു കൊടുത്തു. നവദമ്പതികൾക്ക് പാരിതോഷികങ്ങൾ നൽകാൻ അതിഥികൾ തമ്മിൽ മത്സരമായിരുന്നു. അങ്ങനെ നൂറും മറിയവും വളരെ കാലം സന്തോഷത്തോടെ ജീവിച്ചു. ഷഹ്റസാദ് കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു.